അധ്യായം 9. നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്ന് അറിഞ്ഞപ്പോൾ ദമത്രിയൂസ് ബക്കിദസിനെയും അൽക്കിമൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. തന്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോടുകൂടെ വിട്ടു. അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബേലായിൽ പാളയമടിച്ചു. അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു. 152 ആണ്ട് 1-ാം മാസം അവർ ജെറുസലമിനെതിരെ പാളയമടിച്ചു. അനന്തരം അവർ 20,000 ഭടന്മാരോടും 2,000 കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബെരയായിലേക്ക് നീങ്ങി. അപ്പോൾ യൂദാസ് 3,000 ധീരയോദ്ധാക്കളുമായി യലാസായിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു. ശത്രു സൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു. വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി. 800 പേർ മാത്രം അവശേഷിച്ചു. തന്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധമാസന്നമായിരിക്കുന്നെന്നും കണ്ടപ്പോൾ യൂദാസിന്റെ മനസ്സിടിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവൻ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു, നമുക്ക് ശത്രുവിനെ നേരിടാം. അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കതിന് കഴിവില്ല. ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചുപേരേ ഉള്ളൂ. എന്നാൽ യൂദാസ് പറഞ്ഞു, ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ. സമയമായെങ്കിൽ സഹോദരന്മാർക്കു വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേടുണ്ടാവാൻ ഇടയാകരുത്. ബക്കിദസിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു. കുതിരപ്പടയെ 2 ഗണമായി വിഭജിച്ചു. കവിണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി. ബക്കിദസ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു. ഇരുവശങ്ങളിലുമുള്ള സൈന്യവിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വനിക്കൊത്ത് കാലാൾപ്പട മുന്നോട്ട് നീങ്ങി. യൂദാസിനോടുകൂടി ഉണ്ടായിരുന്നവരും കാഹളം മുഴക്കി. സൈന്യങ്ങളുടെ ശബ്ദകോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു. പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു. ബക്കിദസും അവന്റെ ശക്തമായ സൈന്യവും വലത്തുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി. ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിന്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോത്തൂസ് മലവരെ ഓടിച്ചു. ദക്ഷിണ പാർശ്വം തകർക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞുവന്ന് യൂദാസിന്റെയും കൂട്ടരുടെയും പിന്നാലെയെത്തി. യുദ്ധം ഭീകരമായി. ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു. യൂദാസും നിലം പതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. ജോനാഥാനും ശിമെയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദൈനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു. അവനെ ഓർത്ത് അവർ കരഞ്ഞു. ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖമാചരിച്ചു. വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ? യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവ അത്രയ്ക്ക് അധികമാണ്. യൂദാസിന്റെ മരണത്തിനു ശേഷം അധർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തുവന്നു. അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്ത് ചേർന്നു. ബക്കിദസ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഭരണച്ചുമതല ഏൽപ്പിച്ചു. യൂദാസിന്റെ സ്നേഹിതരെ തിരഞ്ഞുപിടിച്ച് അവർ ബക്കിദസിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകളുണ്ടായി. പ്രവാചകന്മാരുടെ കാലത്തിനു ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. യൂദാസിന്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥാന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നിന്റെ സഹോദരൻ യൂദാസിന്റെ മരണത്തിന് ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബക്കിദസിനുമെതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ട വിധം നേരിടാനും അവനെ പോലെ ആരും നമുക്കില്ല. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്ന് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ജോനാഥാൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് കേട്ട ബക്കിദസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജോനാഥാനും സഹോദരൻ ശിമെയോനും അവരോടുകൂടി ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവായിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്ഫാർ കുളത്തിനരികെ പാളയമടിച്ചു. സാബത്ത് ദിവസം ഈ വിവരമറിഞ്ഞ് ബക്കിദസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു. ഏറെയുണ്ടായിരുന്ന
തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തേയരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥാൻ സ്വസഹോദരനെ ജനത്തിന്റെ നേതാവായി അയച്ചു. എന്നാൽ മെദബായിൽ നിന്ന് യാംബ്രയുടെ പുത്രന്മാർ വന്ന് യോഹന്നാനെ പിടിച്ചുകൊണ്ടുപോവുകയും അവന്റെ പക്കലുണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോനാഥാനും സഹോദരൻ ശിമിയോനും ഇങ്ങനെ കേട്ടു: യാംബ്രയുടെ മക്കൾ വലിയൊരു വിവാഹാഘോഷം നടത്തുകയാണ്. കാനാനിലെ മഹാപ്രഭുക്കളിൽ ഒരുവന്റെ മകളാണ് ബത്തു. അവളെ അവർ നദാബത്തിൽ നിന്നും വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു. തങ്ങളുടെ സഹോദരൻ യോഹന്നാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു. അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദകോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു. ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിന്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു. പതിയിരുന്നവർ ഉടനെ പാഞ്ഞു ചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോനാഥാനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ വിവാഹം വിലാപമായി മാറി. ഗായകരുടെ സ്വരം ചരമഗാനമായി. തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണ്ണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് മടങ്ങി. ബക്കിദസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാബത്ത് ദിവസം ജോർദാൻ കരയിലെത്തി. ജോനാഥാൻ അനുയായികളോട് പറഞ്ഞു: നമുക്ക് ജീവന് വേണ്ടി സധൈര്യം പൊരുതാം. കാര്യങ്ങളിപ്പോൾ മുൻപത്തെ പോലെയല്ല. ഇതാ, ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് ജോർദാൻ നദി, മറുവശത്ത് ചതുപ്പുനിലവും കുറ്റിക്കാടുകളും. എങ്ങോട്ടും തിരിയുക സാധ്യമല്ല. ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണപേക്ഷിക്കാം. യുദ്ധം തുടങ്ങി. ജോനാഥാൻ ബക്കിദസിനെ പ്രഹരിക്കാൻ കരമുയർത്തി. എന്നാൽ അവൻ വഴുതി മാറി പിൻനിരയിലേക്ക് പോയി. അനന്തരം ജോനാഥാനും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു. ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല. ബക്കിദസിന്റെ ആളുകളിൽ 1000 പേരോളം അന്ന് കൊല്ലപ്പെട്ടു. ബക്കിദസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറിക്കോയിലെ കോട്ടയും എമ്മാവൂസ്, ബത്ഹോറോൺ, ബഥേൽ, തിംനാത്ത്, ഫരാത്തോൺ, തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയും ഏർപ്പെടുത്തി. ബത്സൂർ, ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി. ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു. നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾ ജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവലേർപ്പെടുത്തുകയും ചെയ്തു. 153-ാം ആണ്ട് 2-ാം മാസം ദേവാലയാങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽക്കിമൂസ് കൽപ്പന നൽകി. പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി. പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ അവന് കനത്ത ഒരാഘാതമേറ്റു. അവന്റെ ജോലിക്ക് വിഘ്നമുണ്ടായി. അധരം ചലിക്കാതെയായി. അവൻ തളർവാദ രോഗിയായി. തന്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി. താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു. അൽക്കിമുസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്ത് 2 വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി. അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി. അവർ പറഞ്ഞു: ജോനാഥാനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു. അതിനാൽ നമുക്ക് ബക്കിദസിനെ തിരിച്ചു കൊണ്ടുവരാം. ഒറ്റ രാത്രി കൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും. അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു. വലിയ ഒരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുമ്പെട്ടു. ജോനാഥാനെയും അവന്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂദയായിലെ തന്റെ സഖ്യകക്ഷികൾക്കെല്ലാം അവൻ രഹസ്യക്കത്തുകൾ അയച്ചു. പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല. കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു. ജോനാഥാന്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ 50ഓളം പേരെ വധിച്ചു. പിന്നീട് ജോനാഥാനും അനുയായികളും ശിമയോനോടുകൂടി മരുഭൂമിയിലുള്ള ബത്ബാസിയിലേക്ക് പിൻവാങ്ങി. അതിന്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കിപ്പണിത് അവർ അത് ബലവത്താക്കി. ബക്കിദസ് ഇതറിഞ്ഞ് തന്റെ സേനകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി. യൂദയായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകൾ അയച്ചു. അതിനുശേഷം അവൻ വന്ന് ബത്ബാസിക്കെതിരെ പാളയമടിച്ചു. ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു. നഗരം തന്റെ സഹോദരൻ
ശിമയോനെ ഏൽപ്പിച്ച് ജോനാഥാൻ നാട്ടിൻ പുറത്തേക്ക് നീങ്ങി. കുറച്ചുപേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ. ഒദോമേറായെയും അവന്റെ സഹോദരന്മാരെയും ഫാസിറോണിന്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വെച്ച് അവൻ വധിച്ചു. അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി. ഈ സമയം ശിമയോനും കൂട്ടരും നഗരത്തിന് വെളിയിൽ വന്ന് ഒരു മിന്നൽ ആക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവച്ചു. അവർ ബക്കിദസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. തന്റെ പദ്ധതികളും യുദ്ധോദ്ദേശങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നാശനായി. അതിനാൽ യൂദയായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രുദ്ധനായി. അവരിൽ വളരെ പേരെ വധിച്ചു. അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇക്കാര്യം മനസ്സിലാക്കി ജോനാഥാൻ ബക്കിദസുമായി സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു. അവനത് സമ്മതിക്കുകയും ജോനാഥാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജോനാഥാനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശപഥം ചെയ്തു. യൂദാദേശത്തു നിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു. അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി. പിന്നീട് ഒരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല. അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു. ജോനാഥാൻ മിക്മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു. അധ്യായം 10. 160 ആണ്ടിൽ അന്തിയോക്കസിന്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് വന്ന് ടോളമായിസ് കൈവശപ്പെടുത്തി. അവർ അവന് സ്വാഗതമരളി. അവൻ ഭരണവും തുടങ്ങി. ദെമത്രിയൂസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ ചെന്നു. ദെമത്രിയൂസ് ജോനാഥാനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവമായ ഒരു കത്തയച്ചു. അവൻ ഇങ്ങനെ വിചാരിച്ചു: ജോനാഥാൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിലേർപ്പെടുന്നതിന് മുൻപേ നമുക്കാദ്യം അവനുമായി സഖ്യം ചെയ്യാം. അവനോടും അവന്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും. സൈന്യശേഖരം നടത്താനും അവരെ ആയുധസജ്ജരാക്കാനും തന്റെ സഖ്യകക്ഷിയാകാനും ദെമത്രിയൂസ് ജോനാഥാന് അധികാരം നൽകി. കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കാൻ ദെമത്രിയൂസ് ആജ്ഞാപിച്ചു. ജോനാഥാൻ ജെറുസലേമിലെത്തി സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദെമത്രിയൂസിന്റെ കത്ത് വായിച്ചു. സൈന്യശേഖരം നടത്താൻ രാജാവ് അവൻ അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു. എങ്കിലും കോട്ടയിലുണ്ടായിരുന്നവർ ജാമ്യക്കാരെ ജോനാഥാന് വിട്ടുകൊടുത്തു. അവൻ അവരെ അവരുടെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ജോനാഥാൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു. മതിലുകൾ പണിയാനും സിയോൻ മലയ്ക്ക് ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി. അവർ അങ്ങനെ ചെയ്തു. ബക്കിദസ് നിർമ്മിച്ച കോട്ടകളിൽ ഉണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു. ഓരോരുത്തരും താന്താങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. ബത്സൂറിൽ മാത്രം കുറെ പേർ തങ്ങി. നിയമവും പ്രമാണങ്ങളും പരിത്യജിച്ചവരായിരുന്നു അവർ. അവിടം അവർക്ക് അഭയസങ്കേതമായി തീർന്നു. ദെമത്രിയൂസ് ജോനാഥാൻ നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു. ജോനാഥാനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്ന് അറിഞ്ഞു. അവൻ പറഞ്ഞു: ഇവനെ പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ? നമുക്ക് അവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം. അവൻ ജോനാഥാന് ഇപ്രകാരം ഒരു കത്തെഴുതി: സഹോദരൻ ജോനാഥാന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ. നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ നിന്റെ ജനത്തിന്റെ പ്രധാന പുരോഹിതനായി ഇന്ന് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നീ രാജാവിന്റെ സുഹൃത്തായി അറിയപ്പെടണം. നീ എന്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം. രാജാവ് അവന് ഒരു ചെമന്ന മേലങ്കിയും സ്വർണക്കിരീടവും അയച്ചു കൊടുത്തു. 160 ആണ്ട് 7 മാസം കൂടാര തിരുനാളിൽ ജോനാഥാൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു. അവൻ സൈന്യശേഖരം നടത്തി വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു. ഇത് കേട്ട് ദെമത്രിയൂസ് ദുഃഖിതനായി പറഞ്ഞു: നമ്മൾ എന്തുകൊണ്ട് ഇത് അനുവദിച്ചു? തന്നെ തന്നെ പ്രബലനാക്കാൻ യഹൂദരുമായി മൈത്രി സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ നമ്മെ മറികടന്നിരിക്കുന്നു. എനിക്ക് അവരുടെ സഹായം ലഭിക്കേണ്ടതിന് ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട്
ഞാൻ അവർക്ക് ഹൃദ്യമായ സന്ദേശമയക്കും. അതനുസരിച്ച് അവൻ അവർക്ക് ഇങ്ങനെ എഴുതി: യഹൂദ ജനതയ്ക്ക് ദമത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ ഞങ്ങളോടുള്ള കരാർ പാലിക്കുന്നുവെന്നും മൈത്രീബന്ധം തുടരുന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കളുമായി കൂട്ടുചേർന്നിട്ടില്ലെന്നും അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. മേലിലും ഞങ്ങളോട് വിശ്വസ്തരായിരിക്കുവിൻ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഞങ്ങൾ നല്ല പ്രതിഫലം നൽകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സർവ്വയഹൂദരെയും കപ്പത്തിലും ഉപ്പ് നികുതിയിലും കിരീട നികുതിയിലും നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളുടെ 1/3 ഫലങ്ങളുടെ പകുതിയും ഇനി മുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതല്ല. യൂദാദേശത്തു നിന്നോ സമരിയ, ഗലീലി എന്നീ ദേശങ്ങളിൽ നിന്നോ ഇന്നു മുതൽ ഒരിക്കലും ഞാനവ പിരിക്കുകയില്ല. ജെറുസലേമും പരിസരങ്ങളും ജെറുസലേമിനുള്ള ദശാംശങ്ങളും വരുമാനങ്ങളും വിശുദ്ധവും നികുതിരഹിതവുമായിരിക്കട്ടെ. ജെറുസലേമിലെ കോട്ടയിന്മേൽ എനിക്കുള്ള നിയന്ത്രണാധികാരം ഞാൻ ഉപേക്ഷിക്കുകയും പ്രധാന പുരോഹിതന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അവൻ സ്വന്തം ഇഷ്ടം പോലെ അവിടെ കാവലേർപ്പെടുത്തിക്കൊള്ളട്ടെ. യൂദാദേശത്തു നിന്ന് ബന്ധനസ്ഥരാക്കി എന്റെ രാജ്യത്തെവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുള്ള എല്ലാ യഹൂദരെയും മോചനദ്രവ്യം കൂടാതെ ഞാൻ സ്വതന്ത്രരാക്കുന്നു. അവരുടെ കന്നുകാലികളുടെ പേരിലുള്ള നികുതികളും ഒഴിവാക്കാൻ രാജസേവകരോട് ഞാൻ നിഷ്കർഷിക്കുന്നു. എല്ലാ തിരുനാളുകളും സാബത്തുകളും അമാവാസികളും മറ്റു വിശേഷ ദിവസങ്ങളും തിരുനാളിന് മുൻപും പിൻപും 3 ദിവസങ്ങളും എന്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദർക്കും സ്വാതന്ത്ര്യപൂർവമായ ദിവസങ്ങളായിരിക്കും. അവരിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കുന്നതിനോ അവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നതിനോ ആർക്കും അധികാരമുണ്ടായിരിക്കുകയില്ല. യഹൂദരിൽ 30,000 പേരെ രാജസൈന്യത്തിൽ ചേർക്കുന്നതായിരിക്കും. രാജകീയ സേനയ്ക്ക് അർഹമായ വേതനം അവർക്ക് ലഭിക്കും. അവരിൽ കുറെ പേർക്ക് രാജാവിന്റെ പ്രധാന കോട്ടകളിൽ സ്ഥാനം നൽകപ്പെടും. ചിലർക്ക് രാജ്യത്ത് വിശ്വസ്ത പദവികൾ ലഭിക്കും. അവരിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് അധിപന്മാരെയും നേതാക്കന്മാരെയും ലഭിക്കുക. യൂദാദേശത്ത് രാജാവ് കൽപ്പിച്ചതുപോലെ സ്വന്തം നിയമങ്ങളനുസരിച്ച് അവർക്ക് ജീവിക്കാവുന്നതാണ്. സമരിയായിൽ നിന്ന് യൂദായോട് ചേർക്കപ്പെട്ടിട്ടുള്ള 3 പ്രവിശ്യകൾ ഏകഭരണകർത്താവിന് അധീനമായിരിക്കും. പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരധികാരി അവർക്കുണ്ടായിരിക്കുകയില്ല. ജെറുസലേം ദേവാലയത്തിലെ ചെലവുകൾക്കായി ടോളമായിസും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും ഞാൻ പാരിതോഷികമായി നൽകുന്നു. സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കത്തക്ക വിധം രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം 15,000 ഷെക്കൽ വെള്ളിയും ഞാൻ അനുവദിക്കുന്നു. സഹായധനം നൽകുന്നതിൽ ഭരണാധികാരികൾ വരുത്തിയിട്ടുള്ള എല്ലാ കുടിശ്ശികകളും ആദ്യ കൊല്ലങ്ങളിലെ പതിവനുസരിച്ച് ഇന്നു മുതൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നൽകുന്നതാണ്. കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് എന്റെ സേവകർക്ക് ആണ്ടുതോറും ലഭിച്ചിരുന്ന 5,000 ഷെക്കൽ വെള്ളി ഇതിനാൽ നിർത്തലാക്കിയിരിക്കുന്നു. ആ തുക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിഹിതമാണ്. രാജാവിന് പണം കടപ്പെട്ടിരിക്കുന്നതിനാലോ മറ്റെന്തെങ്കിലും കടപ്പാടുള്ളതിനാലോ ജെറൂസലം ദേവാലയത്തിലോ അതിന്റെ പരിസരങ്ങളിലോ അഭയം തേടുന്ന ഏതൊരുവനെയും ഞാൻ മോചിപ്പിക്കുകയും എന്റെ രാജ്യത്ത് അവനുള്ള വസ്തുവകകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മന്ദിരം പുതുക്കിപ്പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടിവരുന്ന ചെലവുകൾ മുഴുവൻ രാജഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ്. ജെറുസലമിലെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനും അതിന്റെ ചുറ്റുപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും യൂദയായിലെ കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നിന്നും നൽകും. ജോനാഥാനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. കാരണം ദമത്രിയൂസ്
ഇസ്രായേലിൽ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പീഡിപ്പിച്ചതും അവർ ഓർത്തു. സമാധാന സന്ദേശവുമായി ആദ്യമെത്തിയ അലക്സാണ്ടറിനോടായിരുന്നു അവർക്ക് പ്രതിപത്തി. അവന്റെ ജീവിതകാലം അത്രയും അവർ സഖ്യകക്ഷികളായി നിലകൊണ്ടു. അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ദമത്രിയൂസിനെതിരെ പാളയമടിച്ചു. ഇരു രാജാക്കന്മാരും ഏറ്റുമുട്ടി. ദമത്രിയൂസിന്റെ സൈന്യം പലായനം ചെയ്തു. അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു. സൂര്യാസ്തമയം വരെ യുദ്ധം തുടർന്നു. ദമത്രിയൂസ് വധിക്കപ്പെട്ടു. അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിക്ക് സ്ഥാനപതികൾ മുഖേന ഈ സന്ദേശം അയച്ചു: ഞാൻ എന്റെ രാജ്യത്തിലേക്ക് മടങ്ങി വന്ന് എന്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരൂഢനാകുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ദെമത്രിയൂസിനെ തോൽപ്പിച്ച രാജ്യം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ദെമത്രിയൂസിനെയും അവന്റെ സേനയെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവന്റെ സിംഹാസനം കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം. നിന്റെ മകളെ എനിക്ക് ഭാര്യയായി നൽകുക. ഞാൻ നിന്റെ ജാമാതാവായിരിക്കും. നിനക്കും അവൾക്കും ഞാൻ രാജോചിതമായ സമ്മാനങ്ങൾ നൽകുന്നതാണ്. ടോളമി രാജാവ് മറുപടി നൽകി: നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങി വന്ന് നീ അവരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദിവസം സന്തോഷകരം തന്നെ. നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാം. നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിന്റെ ശ്വശുരനാവുന്നതിനും വേണ്ടി ടോളമായസിൽ വന്ന് എന്നെ കാണുക. ടോളമി തന്റെ മകൾ ക്ലെയോപാത്രയുമൊത്ത് ഈജിപ്തിൽ നിന്ന് 162-ാം ആണ്ടിൽ ടോളമായിസിൽ എത്തി. അലക്സാണ്ടർ അവനെ സ്വീകരിച്ചു. അധ്യായം 11. ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണൽത്തിരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു. അനേകം കപ്പലുകൾ ഒരുക്കി. തന്ത്രപൂർവം അലക്സാണ്ടറിന്റെ സാമ്രാജ്യം തട്ടിയെടുത്ത് തന്റേതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു. സമാധാന വചസ്സുകളുമായി അവൻ സിറിയായിലേക്ക് പുറപ്പെട്ടു. അലക്സാണ്ടർ രാജാവിന്റെ ആജ്ഞയനുസരിച്ച് ശ്വശൂരനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറന്ന് ജനങ്ങൾ നഗരങ്ങളിൽ നിന്ന് പുറത്തുവന്നു. എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ടോളമി ഓരോ കാവൽ സേനയെ നിർത്തി. അവൻ അസോത്തൂസിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കിരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോത്തൂസും ഉപനഗരങ്ങളും ചിതറിക്കിടക്കുന്ന ശരീരങ്ങളും ജോനാഥാൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജഡങ്ങളും അവന് കാണിച്ചു കൊടുത്തു. അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ കുന്നുകൂടിയിരുന്നു. ജോനാഥാനിൽ കുറ്റമാരോപിക്കേണ്ടതിന് അവന്റെ ചെയ്തികളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു. രാജാവ് മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ജോപ്പായിൽ വെച്ച് രാജോചിതമായ സ്വീകരണങ്ങൾ നൽകി ജോനാഥാൻ രാജാവിനെ സ്വീകരിച്ചു. അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും അന്ന് രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. എലവുത്തെരുസ് നദി വരെ രാജാവിനെ അനുയാത്ര ചെയ്തതിനു ശേഷം ജോനാഥാൻ ജെറുസലേമിലേക്ക് തിരിച്ചുപോന്നു. സെലൂക്കി വരെയുള്ള സമുദ്രതീര നഗരങ്ങളുടെ ഭരണാധികാരം ടോളമി രാജാവിന് ലഭിച്ചു. അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു. ദൂതന്മാർ വഴി അവൻ ദമത്രിയൂസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു: നമുക്ക് ഒരു ഉടമ്പടി ചെയ്യാം. അലക്സാണ്ടറിനു ഭാര്യയായി നൽകിയ എൻ്റെ മകളെ നിനക്കു ഞാൻ വിവാഹം ചെയ്തു തരാം. നിനക്കു നിന്റെ പിതാവിൻ്റെ സാമ്രാജ്യത്തിന്മേൽ ഭരണം നടത്തുകയുമാകാം. എൻ്റെ മകളെ അവന് ഭാര്യയായി നൽകിയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ടോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി. തന്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ ദമത്രിയൂസിന് നൽകി. അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപെടുത്തി. അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി. ടോളമി അന്ത്യോക്യായിൽ പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു. അങ്ങനെ അവൻ 2 രാജ്യങ്ങളുടെ, ഈജിപ്തിന്റെയും ഏഷ്യയുടെയും അധിപനായി. ആ സമയം കിലിക്യായിലുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിന് ഒരുമ്പെട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു. ടോളമി അതിശക്തമായ ഒരു സൈന്യത്തോടെ വന്ന് അവനെ തോൽപ്പിച്ചോടിച്ചു. പലായനം ചെയ്ത അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു. ടോളമി രാജാവ് അങ്ങനെ വിജയിയായി. അറേബ്യനായ സബ്ദിയേൽ അലക്സാണ്ടറിന്റെ ശിരസ് ഛേദിച്ച് ടോളമിക്ക് അയച്ചുകൊടുത്തു. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു. കോട്ടകളിലുണ്ടായിരുന്ന അവന്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു.
അങ്ങനെ 167 ആണ്ടിൽ ദമത്രിയൂസ് രാജാവായി. ജെറുസലേമിലുള്ള കോട്ട പിടിച്ചടക്കുന്നതിനു വേണ്ടി യൂദയായിലുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥാൻ വിളിച്ചുകൂട്ടി. അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു. സ്വന്തം ജനത്തെ തന്നെ വെറുത്തിരുന്ന ചില അധർമ്മികൾ ചെന്ന് ജോനാഥാൻ വലിയൊരു സൈന്യസന്നാഹത്തോടെ കോട്ടയെ ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു. ഇത് കേട്ട് അവൻ രോഷാകുലനായി. ഉടനെ തന്നെ ടോളമായിസിലേക്ക് വന്നു. ദുർഗാക്രമണം തുടരരുതെന്നും സംഭാഷണത്തിനായി എത്രയും വേഗം ടോളമായിസിൽ വന്ന് തന്നെ കാണണമെന്നും ജോനാഥാന് എഴുതി. ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരാനാണ് ജോനാഥാൻ ആജ്ഞാപിച്ചത്. ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും തിരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു. സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റു നിരവധി സമ്മാനങ്ങളുമായി അവൻ ടോളമായിസിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. അവൻ രാജപ്രീതിക്ക് പാത്രമായി. സ്വജനത്തിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു. എങ്കിലും രാജാവ് തന്റെ മുൻഗാമികളെ പോലെ തന്നെ അവനോട് വർത്തിക്കുകയും സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു. രാജാവ് അവന്റെ പ്രധാന പുരോഹിത സ്ഥാനവും മുൻപുണ്ടായിരുന്ന മറ്റു ബഹുമതികളും സ്ഥിരീകരിക്കുകയും അവനെ തന്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു. യൂദയായെയും സമരിയായിലെ 3 പ്രവിശ്യകളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജോനാഥാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. പകരം 300 താലന്ത് അവൻ വാഗ്ദാനം ചെയ്തു. രാജാവ് അത് സമ്മതിച്ചു. അതിനെക്കുറിച്ച് രാജാവ് ജോനാഥാൻ എഴുതിയതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: സഹോദരനായ ജോനാഥനും യഹൂദ ജനതയ്ക്കും ദമത്രിയൂസ് രാജാവിന്റെ അഭിവാദനം. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്തനിസിന് ഞാൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിന്റെ പകർപ്പ് നിങ്ങൾക്കും അയക്കുന്നു. പിതാവായ ലാസ്തനിസിന് ദമത്രിയൂസ് രാജാവിന്റെ അഭിവാദനം. ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദ ജനത്തിന് അവർ കാണിച്ച സന്മനസ്സിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. യൂദയായും സമരിയായിൽ നിന്ന് യൂദയായോട് ചേർക്കപ്പെട്ട അഫേറേമ, ലിദ്ദ, റദാമീൻ എന്നീ പ്രവേശ്യകളും അവയുടെ പ്രാന്ത പ്രദേശങ്ങളും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു. ജെറൂസലേമിൽ ബലിയർപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്നും വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നികുതി ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ദശാംശം, കപ്പം, ഉപ്പളങ്ങളിൽ മേലുള്ള ഭോഗങ്ങൾ, കിരീട നികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതവും ഞങ്ങൾ ഇളവ് ചെയ്യുന്നു. ഈ ആനുകൂല്യങ്ങളിൽ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല. അതിനാൽ ഇതിന്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക. അത് ജോനാഥന് നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ. തന്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട് ദമത്രിയൂസ് രാജാവ് വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ സേനയൊഴികെ മറ്റു സേനാവിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു. തന്മൂലം അവന്റെ പിതാക്കന്മാരെ സേവിച്ചു പോന്ന പടയാളികൾ അവനെ വെറുത്തു. മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് ട്രിഫോ. സൈന്യം മുഴുവൻ ദമത്രിയൂസിനെതിരെ പിറുപിറുക്കുന്നു എന്ന് കണ്ട് അവൻ അലക്സാണ്ടറിന്റെ കൊച്ചുമകൻ അന്തിയോക്കസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമാൽക്കുവേയുടെ അടുത്ത് ചെന്നു. പിതാവിന്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്തിയോക്കസിനെ വിട്ടുതരണമെന്ന് ട്രിഫോ നിർബന്ധിച്ചു. ദമത്രിയൂസിന്റെ ചെയ്തികളെക്കുറിച്ചും അവനെ സ്വന്തം സേനകൾ വെറുക്കുന്നതിനെക്കുറിച്ചും ഇമാൽക്കുവേയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. കുറെ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു. ജെറുസലേം കോട്ടയിലും മറ്റ് ശക്തി ദുർഗങ്ങളിലുമുള്ള സേനാനികളെ ഇസ്രായേലിനെതിരെ പടപൊരുതുക കാരണം അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോനാഥാൻ ദമത്രിയൂസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു. ദമത്രിയൂസ് ജോനാഥാന് ഈ സന്ദേശം അയച്ചു: നിനക്കും ജനത്തിനും വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല, സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുവാനും ഞാൻ തയ്യാറാണ്. സേനകൾ എന്നോട് വിധേയത്വം പുലർത്താകിയാൽ എന്നെ സഹായിക്കാൻ കുറെ പേരെ അയച്ചു തന്നാൽ കൊള്ളാം. അതനുസരിച്ച് 3000-ഓളം വീരയോദ്ധാക്കളെ ജോനാഥാൻ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവർ അടുക്കലെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികമായി സന്തോഷിച്ചു. രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ 120,000-ഓളം വരുന്ന നഗരവാസികൾ നഗരത്തിൽ ഒന്നിച്ചുകൂടി. രാജാവ് കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. നഗരത്തിലെ പ്രധാന നിരത്തുകൾ കയ്യേറി നഗരവാസികൾ യുദ്ധം തുടങ്ങി.
രാജാവ് യഹൂദരെ സഹായത്തിന് വിളിച്ചു. അവർ ഓടിയെത്തി നഗരത്തിലെങ്ങും നിരന്നു 100,000-ഓളം പേരെ അന്ന് തന്നെ കൊന്നൊടുക്കി. അവർ നഗരത്തെ അഗ്നിക്കിരയാക്കി, ധാരാളം കൊള്ളവസ്തുക്കൾ കൈക്കലാക്കി. അങ്ങനെ രാജാവിനെ രക്ഷിച്ചു. യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നത് കണ്ട് നഗരവാസികൾ അസ്തധൈര്യരായി രാജസന്നിധിയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചു: ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങൾക്കും നഗരത്തിനുമെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ. അവർ ആയുധമുപേക്ഷിച്ച് സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു. രാജാവിൻ്റെയും ജനത്തിൻ്റെയും മുൻപിൽ യഹൂദർ ഏറെ ബഹുമാനിതരായി. ധാരാളം കൊള്ളവസ്തുക്കളുമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി. ദമത്രിയൂസ് രാജാവ് സിംഹാസനത്തിൽ തുടർന്നു. അവന്റെ ഭരണത്തിൻ കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു. എന്നാൽ അവൻ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു, ജോനാഥാനിൽ നിന്ന് അകന്നു. ജോനാഥാൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു. ബാലനായ അന്തിയോക്കസുമായി ട്രിഫോ തിരിച്ചെത്തി. അന്തിയോക്കസ് കിരീടം ധരിച്ച് ഭരണമാരംഭിച്ചു. ദമത്രിയൂസ് പിരിച്ചുവിട്ട സേനകൾ അവന്റെ പക്ഷം ചേർന്നു. ദമത്രിയൂസിനെതിരെ പൊരുതി. ദമത്രിയൂസ് പരാജിതനായി പലായനം ചെയ്തു. ട്രിഫോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്ത്യോക്യ തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. യുവരാജാവായ അന്തിയോക്കസ് ജോനാഥാന് ഈ വിധമെഴുതി: പ്രധാന പുരോഹിതനായി ഞാൻ നിന്നെ സ്ഥിരീകരിക്കുകയും 4 പ്രവിശ്യകളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും രാജമിത്രങ്ങളിൽ ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. രാജാവ് അവനൊരു സ്വർണ്ണത്തളികയും മറ്റു ഭോജനോപകരണങ്ങളും കൊടുത്തയച്ചു. സുവർണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജവസ്ത്രവും സ്വർണ്ണക്കൊളുത്തും ധരിക്കാനുമുള്ള അവകാശവും നൽകി. ജോനാഥാന്റെ സഹോദരനായ ശിമയോനെ ടൈറിലെ ലാദർ മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു. ജോനാഥാൻ പുറപ്പെട്ട് നദിക്കക്കരെയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു. സിറിയ സൈന്യം അവനോട് സഖ്യം ചേർന്നു. അസ്കലോണിലെത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവൻ ഗാസയിലേക്ക് പോയി. എന്നാൽ ഗാസ നിവാസികൾ അവനെതിരെ നഗരകവാടങ്ങൾ അടച്ചുകളഞ്ഞു. അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഗാസ നിവാസികൾ ജോനാഥാനോട് കേണപേക്ഷിക്കുകയും അവൻ അവരുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമ്യത്തടവുകാരായി പിടിച്ച് അവൻ ജെറുസലേമിലേക്ക് അയച്ചു. ദമാസ്കസ് വരെ അവൻ രാജ്യത്തുടനീളം സഞ്ചരിച്ചു. തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു സൈന്യവുമായി ദമത്രിയൂസിന്റെ സേനകൾ ഗലീലയിലെ കാദിഷിൽ എത്തിയിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. സഹോദരനായ ശിമയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായി അവൻ പുറപ്പെട്ടു. ശിമയോൻ ബേത്സൂറിന് മുൻപിൽ പാളയമടിക്കുകയും അനേക ദിവസം അതിനെതിരെ പടപൊരുതുകയും ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തു. അവർ അപ്പോൾ സമാധാന ഉടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവനതിന് സമ്മതിക്കുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഗനസരെ തടാകത്തിനരികെ ജോനാഥാനും സേനയും പാളയമടിച്ചു. അതിരാവിലെ തന്നെ അവർ ഹാസോർ സമതലത്തിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് വിദേശി സൈന്യം അവനുമായി ഏറ്റുമുട്ടി. അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു. അവർ അവനെ മുഖത്തോട് മുഖമെതിർത്തു. അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു. ജോനാഥാനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു. അബ്സലോമിന്റെ മകൻ മത്താത്തിയാസും കാൽഫിയുടെ മകൻ യൂദാസും ഒഴികെ ആരും അവശേഷിച്ചില്ല. ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു. ജോനാഥാൻ വസ്ത്രം കീറി തലയിൽ പൂഴി വിതറി പ്രാർത്ഥിച്ചു. അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി. അവർ പലായനം ചെയ്തു. അവനെ വിട്ട് ഓടിപ്പോയവർ ഇത് കണ്ട് തിരിച്ചുവന്ന് അവനോട് ചേർന്നു. അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാദിഷിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയമടിക്കുകയും ചെയ്തു. വിദേശീയരിൽ 3000 പേർ അന്ന് മരിച്ചു വീണു. അനന്തരം ജോനാഥാൻ ജെറുസലേമിലേക്ക് മടങ്ങി. അധ്യായം 12. സമയം അനുകൂലമാണെന്ന് കണ്ട് ജോനാഥാൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത്
റോമായിലേക്ക് അയച്ചു. അതിനുവേണ്ടി തന്നെ സ്പാർത്തായിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശമയച്ചു. അവർ റോമായിലെത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു: പ്രധാന പുരോഹിതനായ ജോനാഥാനും യഹൂദ ജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യൂദാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു. ജോനാഥാൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തിന്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ജോനാഥാനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റ് യഹൂദരും സ്പാർത്തായിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നതുപോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുൻപ് ഒരു കത്തയച്ചിരുന്നല്ലോ. ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കയാൽ നാം തമ്മിൽ അകൽച്ചയുണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു. സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ. നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. ഞങ്ങളെ ആകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റു സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി. അവർ ലജ്ജിതരായി. റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിന്റെ മകൻ നുമേനിയൂസിനെയും ജാസന്റെ മകൻ അന്തിപാത്രനെയും ഞങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദയവായി ഞങ്ങൾക്കിതിന് മറുപടി തരുവിൻ. ഓനിയാസിനയച്ച കത്തിന്റെ പകർപ്പ് ഇതാണ്. സ്പാർത്തായിലെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളം ആശംസിക്കും. സ്പാർത്താക്കാരും യഹൂദരുടെ സഹോദരരാണെന്നും അബ്രാഹത്തിന്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും ഞങ്ങൾക്കെഴുതാനുള്ളത് ഇതാണ്: നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു, ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും. ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട്. ദെമത്രിയൂസിന്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹാമാത്ത് പ്രദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി. തന്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചു. രാത്രിയിൽ യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവർ അവന് വിവരം നൽകി. സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി ആയുധവുമേന്തി ജാഗരൂകതയോടെ നിൽക്കാൻ ജോനാഥാൻ തന്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിനു ചുറ്റും ഉപരക്ഷാസേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു. ജോനാഥാനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യരുമായി. പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി. വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥാനും സൈന്യവും നേരം പുലരുന്നതുവരെ ഇക്കാര്യം അറിഞ്ഞില്ല. ജോനാഥാൻ പിന്തുടർന്നുവെങ്കിലും അവർ എലുത്തെരൂസ് നദി കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല. ജോനാഥാൻ സബദിയർ എന്നറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. പാളയം വിട്ട് അവൻ ദമാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു. ശിമയോൻ അസ്കലോണും അതിനടുത്തുള്ള ശക്തി കേന്ദ്രങ്ങളും വരെ രാജ്യത്തുടനീളം മുന്നേറി. അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അത് അധീനമാക്കി. ദെമത്രിയൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നുവെന്ന് അവൻ കേട്ടിരുന്നു. അതിന്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ നിയോഗിച്ചു. ജോനാഥാൻ തിരിച്ചുവന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദയായിൽ
ശക്തിദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിന് ക്രയവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കുമിടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു. നഗരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി. കിഴക്കുവശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലം പതിച്ചിരുന്നു. കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ശിമയോൻ ഷെഫേലായിലെ ആദീദ നിർമ്മിച്ചു. ഓടാമ്പലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി. ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്തിയോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു. ജോനാഥാൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു. തന്മൂലം ജോനാഥാനെ പിടികൂടി വധിക്കുന്നതിന് അവസരമന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേത്ത്ഷാനിലെത്തി. സമർത്ഥരായ 40,000 യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോനാഥാൻ ബേത്ത്ഷാനിലെത്തി. വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രിഫോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു. ട്രിഫോ ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും ചെയ്തു. അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അവൻ ജോനാഥാനോട് പറഞ്ഞു, നാം യുദ്ധത്തിലല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിക്കും? ഏതാനും പേരെ നിന്നോടൊത്തു നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക. എന്നിട്ട് എന്നോടൊപ്പം ടോളമായസിലേക്ക് വരിക. ഞാൻ അതും മറ്റു ശക്തിദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്കു വിട്ടുതരാം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇക്കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോനാഥാൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ സൈന്യത്തെ തിരിച്ചയച്ചു. അവർ യൂദാദേശത്തേക്ക് മടങ്ങി. 3000 പേരെ അവൻ തന്നോടൊത്തു നിർത്തി. അതിൽ 2000 പേരെ ഗലീലയിൽ നിയോഗിച്ചു. 1000 പേർ അവനെ അനുഗമിച്ചു. ജോനാഥാൻ ടോളമായിസിൽ വന്നയുടനെ അവിടുത്തുകാർ കവാടങ്ങളടച്ച് അവനെ പിടികൂടി. അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി. ജോനാഥാന്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലയിലേക്കും മഹാസമതലത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു. ജോനാഥാൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളായി മുന്നേറി. അവർ ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാവനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതരായി യൂദാദേശത്തെത്തി. ജോനാഥാനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേല്യർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാം എന്നു പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അധ്യായം 13. യൂദാദേശം ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ട്രിഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ശിമയോൻ അറിഞ്ഞു. ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരുമാണെന്ന് അവൻ കണ്ടു. അതിനാൽ ജെറുസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു, നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടി എന്റെ സഹോദരന്മാരെല്ലാവരും ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മാത്രം അവശേഷിക്കുന്നു. ഒരു വിപത്ത് ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല. എന്റെ സഹോദരന്മാരെക്കാൾ മേന്മ എനിക്കില്ലല്ലോ. എന്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും. ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി. അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യൂദാസിന്റെയും നിന്റെ സഹോദരനായ ജോനാഥാന്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്തും ഞങ്ങൾ ചെയ്യും. യോദ്ധാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജെറുസലേം മതിലിന്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിലും സുരക്ഷിതമാക്കുകയും ചെയ്തു.
വലിയൊരു സൈന്യവുമായി അബ്സലോമിന്റെ മകൻ ജോനാഥാനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു. തദ്ദേശവാസികളെ തുരത്തി അവർ അവിടെ നിലയുറപ്പിച്ചു. യൂദാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമായിസിൽ നിന്ന് പുറപ്പെട്ടു. തടവിലാക്കപ്പെട്ട ജോനാഥാനും അവനോടൊത്തുണ്ടായിരുന്നു. സമതലത്തിനെതിരെയുള്ള അതിയായിൽ ശിമയോൻ പാളയമടിച്ചു. സഹോദരനായ ജോനാഥാന് പകരം ശിമയോൻ നേതൃത്വമേറ്റെടുത്തുവെന്നും അവർ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രിഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു, താൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥാൻ രാജകീയ ഭണ്ഡാരത്തിലേക്കു നൽകേണ്ട പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വച്ചിരിക്കുന്നത്. വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവമുണ്ടാക്കാതിരിക്കേണ്ടതിന് 100 താലന്ത് വെള്ളിയും ആൾജാമ്യമായി അവൻ്റെ 2 പുത്രന്മാരെയും തരിക. അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം. ചതി നിറഞ്ഞതാണ് അവന്റെ വാക്കുകളെന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ശിമയോൻ ആളയച്ചു. അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ശിമയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിനാലാണ് അവൻ മരിക്കാനിടയായതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു. പുത്രന്മാരെയും 100 താലന്തും അവൻ കൊടുത്തുവിട്ടു. എങ്കിലും ട്രിഫോ വാക്കുപാലിച്ചില്ല. ജോനാഥാനെ വിട്ടയച്ചതുമില്ല. രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അദോരയിലേക്കുള്ള മാർഗത്തിലൂടെ ചുറ്റിവന്നു. എന്നാൽ അവർ ചെന്നിടങ്ങളിലെല്ലാം ശിമയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു. മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. തന്റെ അശ്വസൈന്യത്തോടെ പുറപ്പെടാൻ ട്രിഫോ തയ്യാറായി. എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതമുണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഗിലെയാദ് ദേശത്തേക്ക് കടന്നു. ബാസ്കാമായുടെ സമീപമെത്തിയപ്പോൾ അവൻ ജോനാഥാനെ വധിച്ച് അവിടെ സംസ്കരിച്ചു. ട്രിഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ശിമയോൻ തന്റെ സഹോദരനായ ജോനാഥാന്റെ അസ്ഥികൾ എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊദയിനിൽ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു. അനേക ദിവസം അവർ ദുഃഖമാചരിച്ചു. ശിമയോൻ തന്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്കുമേൽ ഒരു സ്മാരകം പണിതു. എല്ലാവർക്കും കാണത്തക്ക വിധം മിനുക്കിയ കല്ലുകൾ കൊണ്ട് അതിൻ്റെ മുൻപിൻഭാഗങ്ങൾ ഉയർത്തിപ്പണിതു. പിതാവിനും മാതാവിനും 4 സഹോദരർക്കുമായി പരസ്പരാഭിമുഖമായ 7 പിരമിഡുകൾ അവൻ സംവിധാനം ചെയ്തു. ചുറ്റും സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിന്മേൽ ശാശ്വത സ്മാരകമായി ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവെക്കുകയും ചെയ്തു. അവയോട് ചേർന്ന് സമുദ്രസഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു. മൊദയിനിൽ അവൻ പണികഴിപ്പിച്ച ഈ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു. യുവരാജാവായ അന്തിയോക്കസിനെ ട്രിഫോ ചതിച്ചുകൊന്നു. അവന്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞ് അവൻ രാജാവായി ദേശത്ത് വലിയ വിപത്ത് വരുത്തിവെച്ചു. എന്നാൽ ശിമയോൻ യൂദയായിലെ ശക്തിദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾക്ക് ഓടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി. ശക്തിദുർഗങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങളും സംഭരിച്ചു. അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദമത്രിയൂസിന്റെ അടുത്തേക്ക് അയച്ചു. എന്തുകൊണ്ടെന്നാൽ രാജ്യം കൊള്ളയടിക്കുക മാത്രമേ ട്രിഫോ ചെയ്തുള്ളൂ. അവരുടെ അഭ്യർത്ഥനയ്ക്ക് ദമത്രിയൂസ് രാജാവ് അനുകൂലമായ മറുപടി നൽകി. കത്ത് ഇപ്രകാരമായിരുന്നു: പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രവുമായ ശിമയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദ ജനത്തിനും ദമത്രിയൂസ് രാജാവിന്റെ അഭിവാദനം. നിങ്ങൾ കൊടുത്തയച്ച സ്വർണ്ണ കിരീടവും ഈന്തപ്പനക്കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുമായി ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് നൽകേണ്ടതിന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ തുടരും. നിങ്ങൾ നിർമ്മിച്ച ശക്തിദുർഗങ്ങൾ നിങ്ങളുടെ അധീനതയിൽ തന്നെ ഇരിക്കും. ഇന്നോളം ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അതിക്രമങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു. നിങ്ങൾ നൽകേണ്ട കിരീട നികുതി ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. ജെറൂസലേമിൽ നിന്ന് പിരിച്ചിരുന്ന മറ്റു നികുതികൾ ഇനി പിരിക്കുന്നതല്ല. എൻ്റെ അംഗരക്ഷകരാകാൻ യോഗ്യതയുള്ളവർ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതാണ്. നാം തമ്മിൽ സമാധാനം നിലനിൽക്കട്ടെ.
170-ാം ആണ്ടിൽ വിജാതീയരുടെ നുകം ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. സമുന്നതനായ പ്രധാന പുരോഹിതനും യഹൂദരുടെ സേനാധിപനും നേതാവുമായ ശിമയോന്റെ 1-ാം ഭരണവർഷമെന്ന് അന്നു മുതൽ തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും അവർ എഴുതാൻ തുടങ്ങി. ശിമയോൻ ഗസറായിക്കെതിരെ പാളയമടിച്ച് അതിനെ വളഞ്ഞു. യന്ത്രമുട്ടിയുണ്ടാക്കി നഗരത്തിന്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തി. യന്ത്രമുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ നഗരത്തിൽ കടന്നു. അവിടെ വലിയ സംഭ്രാന്തി ഉളവായി. നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം മതിലിന്മേൽ കയറി വസ്ത്രങ്ങൾ കീറി അത്യുച്ചത്തിൽ നിലവിളിച്ച് ശിമയോനോട് സമാധാനത്തിന് അപേക്ഷിച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്കനുസൃതമായല്ല, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം ഞങ്ങളോട് പെരുമാറണമേ എന്ന് അഭ്യർത്ഥിച്ചു. ശിമയോൻ അവരുമായൊരു കരാറുണ്ടാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നഗരത്തിൽ നിന്ന് അവനവരെ പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അവൻ അതിലെ അശുദ്ധികളൊക്കെ നീക്കി നിയമം പാലിക്കുന്നവരെ അവിടെ വസിപ്പിച്ചു. അതിൻ്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കായി അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു. ജെറുസലേമിലെ കോട്ടയിലുള്ളവർ ക്രയവിക്രയത്തിന് പുറത്തു പോകുന്നതോ അകത്ത് കിടക്കുന്നതോ നിരോധിച്ചിരുന്നു. തന്മൂലം അവർ വിശന്നു വലഞ്ഞു. അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു. സമാധാനത്തിനായി ശിമയോനോട് അവർ കേണപേക്ഷിച്ചു. അവൻ അപ്രകാരം ചെയ്തു. എങ്കിലും അവിടെ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് കോട്ടയെ ശുദ്ധമാക്കുകയും ചെയ്തു. 171-ാം ആണ്ട് 2-ാം മാസം 23-ാം ദിവസം യഹൂദർ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പന കൊമ്പുകളേന്തി വീണ, കൈത്താളം, തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു. ഇസ്രായേലിന്റെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദപൂർവ്വം ആഘോഷിക്കണമെന്ന് ശിമയോൻ കൽപ്പിച്ചു. കോട്ടയ്ക്കെതിരെയുള്ള ദേവാലയഗിരിയുടെ മതിലുകൾ ബലപ്പെടുത്തി. അവനും സൈന്യവും അവിടെ താമസമാക്കി. തന്റെ മകൻ യോഹന്നാന് പ്രായപൂർത്തിയായി എന്ന് കണ്ട് ശിമയോൻ അവനെ സർവ്വസൈന്യാധിപനാക്കി. അവൻ ഗസറായിൽ വാസമുറപ്പിച്ചു. അധ്യായം 14. 172-ാം ആണ്ടിൽ ദമത്രിയൂസ് രാജാവ് ട്രിഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാനാവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ സൈന്യസമേതം മെദിയായിലേക്ക് പുറപ്പെട്ടു. ദമത്രിയൂസ് രാജ്യാതിർത്തി ലംഘിച്ചുവെന്ന് കേട്ട് പെർഷ്യയുടെയും മെദിയായുടെയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടാൻ തന്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു. അവൻ പോയി ദമത്രിയൂസിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അർസാക്കസ് അവനെ തടവിലാക്കി. ശിമയോന്റെ നാളുകളിൽ ദേശത്ത് ശാന്തി ഉണ്ടായിരുന്നു. ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത്. അവന്റെ ഭരണം അവരെ സംപ്രീതരാക്കി. അവന്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു. ചോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തന്റെ മഹത്വത്തിന് മകുടം ചാർത്തി. അവൻ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു. അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു. ഗസറായും ബേത്സൂറും കോട്ടയും അവൻ തന്റെ ഭരണത്തിന് കീഴിലാക്കുകയും അവിടെ നിന്ന് മ്ലേച്ഛതകൾ നീക്കിക്കളയുകയും ചെയ്തു. അവനെ എതിർക്കാൻ ആരുമുണ്ടായില്ല. സമാധാനത്തോടെ അവർ നിലമുഴുതു. ഭൂമി ധാരാളം വിളവ് നൽകി. സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും. വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിച്ചു. യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങളണിഞ്ഞു. നഗരങ്ങളെ അവൻ പ്രതിരോധ സജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. അവന്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു. അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു. ഓരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരങ്ങളുടെ ചുവട്ടിലും ഇരുന്നു. അവരെ ഭയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. അവർക്കെതിരെ പടവെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല. അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു. അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി. നിയമപാലനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു. അവൻ ദേവാലയത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. ജോനാഥാന്റെ മരണവാർത്ത റോമായിലും സ്പാർത്തായിലും എത്തി.
അവർ അഗാധമായി ദുഃഖിച്ചു. ജോനാഥാന്റെ സ്ഥാനത്ത് അവന്റെ സഹോദരൻ ശിമെയോൻ പ്രധാന പുരോഹിതനായി എന്നും രാജ്യവും അതിലെ നഗരങ്ങളും അവന്റെ അധീനതയിലാണെന്നും അവരറിഞ്ഞു. അവന്റെ സഹോദരന്മാരായ യൂദാസും ജോനാഥാനുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും ശിമെയോനുമായി പുതുക്കിക്കൊണ്ട് അവർ പിച്ചളഫലകത്തിൽ അവനെഴുതി. ഇത് ജെറുസലേമിലെ സമൂഹത്തിന് മുൻപാകെ വായിക്കപ്പെട്ടു. സ്പാർത്താക്കാരയച്ച കത്തിന്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ശിമെയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും ഞങ്ങളുടെ സഹോദരരായ മറ്റ് യഹൂദർക്കും സ്പാർത്ത നഗരത്തിന്റെയും അധിപന്മാരുടെയും അഭിവാദനം. ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച ദൂതന്മാർ നിങ്ങളുടെ മഹിമ പ്രതാപങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു. അവരുടെ ആഗമനം ഞങ്ങളിൽ സന്തുഷ്ടി ഉളവാക്കി. അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പൊതുയോഗക്കുറിപ്പുകളുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദ ദൂതന്മാരായ അന്തിയോക്കസിന്റെ മകൻ നുമേനിയൂസും ജാസന്റെ മകൻ അന്തിപാത്രം ഞങ്ങളുമായുള്ള സൗഹൃദം പുതുക്കുന്നതിന് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവരെ ബഹുമാന പുരസ്സരം സ്വീകരിക്കാൻ ഞങ്ങളുടെ ജനം താൽപര്യം കാണിച്ചു. അവരുടെ സന്ദേശത്തിന്റെ ഒരു പകർപ്പ് സ്പാർത്താക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖാ ശേഖരശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമെയോന് അവർ അയച്ചുകൊടുത്തു. അനന്തരം റോമാക്കാരുമായുള്ള സഖ്യം ഉറപ്പിക്കുന്നതിന് 1000 മീന തൂക്കമുള്ള വലിയൊരു സുവർണ പരിചയമായി നൂമേനിയൂസിനെ ശിമെയോൻ റോമായിലേക്ക് അയച്ചു. ഇത് കേട്ട് ജനം പറഞ്ഞു, ശിമയോനോടും പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? അവനും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിന്റെ ശത്രുവിനെതിരെ പൊരുതി അവരെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം അവർ പിത്തള ഫലകത്തിൽ രേഖപ്പെടുത്തി സിയോൻ മലയിൽ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു. അവർ എഴുതിയിരുന്നതിന്റെ പകർപ്പ് ഇതാണ്. 172 ആണ്ട്, അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ശിമെയോന്റെ 3-ാം ഭരണവർഷം ഏലൂൾ മാസം 18-ാം ദിവസം അസരമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും ഭരണാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മഹാസഭയിൽ ഈ വിളംബരം പുറപ്പെടുവിച്ചു. രാജ്യം തുടരെ തുടരെ യുദ്ധത്തിന് അടിപ്പെട്ടുകൊണ്ടിരിക്കെ യോയാറിബിന്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്തിയാസിന്റെ മകൻ ശിമെയോനും സഹോദരന്മാരും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വിശുദ്ധ മന്ദിരവും നിയമവും കാത്തുരക്ഷിക്കുന്നതിനായി രാജ്യത്തിന്റെ ശത്രുക്കളോട് എതിരിട്ടു. അവർ രാജ്യത്തിന് പ്രതാപം നേടിത്തന്നു. ജോനാഥാൻ ജനത്തിന് കെട്ടുറപ്പ് നൽകുകയും പ്രധാന പുരോഹിതനാവുകയും ചെയ്തു. അവസാനം അവൻ പിതാക്കന്മാരോട് ചേർന്നു. രാജ്യത്തെ ആക്രമിക്കുന്നതിനും വിശുദ്ധ സ്ഥലം പിടിച്ചടക്കുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ശിമെയോൻ തന്റെ രാജ്യത്തിനു വേണ്ടി പൊരുതി. രാജ്യത്തിന്റെ സേനകൾക്ക് ആയുധവും വേതനവും നൽകാൻ അവൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംഖ്യ ചെലവഴിച്ചു. യൂദായിലെ നഗരങ്ങളും അതിന്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ ആയുധം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നതുമായ ബേത്സൂറും സുരക്ഷിതമാക്കുകയും അവിടെ യഹൂദ കാവൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു. അവൻ കടൽ തീരത്തുള്ള ജോപ്പായും അസോത്തൂസിന്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ അധിവസിച്ചിരുന്നതുമായ ഗസറായും സുരക്ഷിതമാക്കി. അവിടെ യഹൂദരെ പാർപ്പിക്കുകയും നഗരങ്ങളുടെ പുനരുദ്ധാരണത്തിന് ആവശ്യമായതെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു. ശിമെയോന്റെ വിശ്വസ്തതയും രാജ്യത്തിന് അവൻ നേടിക്കൊടുക്കാൻ ഉറച്ച പ്രതാപവും ജനം മനസ്സിലാക്കി. അവന്റെ ചെയ്തികളും അവൻ ജനത്തോട് പുലർത്തിയ നീതിയും വിശ്വസ്തതയും കണക്കിലെടുത്തു. എല്ലാവിധത്തിലും ജനത്തെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതിന് അവൻ നടത്തിയ പരിശ്രമങ്ങളെ പരിഗണിച്ചും അവർ അവനെ തങ്ങളുടെ നേതാവും പുരോഹിതനുമാക്കി. അവന്റെ നേതൃത്വത്തിൽ ജനത്തിന് ഉത്കർഷമുണ്ടായി. അവൻ വിജാതീയരെ രാജ്യത്തു നിന്ന് തുരത്തി. അതുപോലെ ജെറുസലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ട കെട്ടുകയും അതിൽ നിന്ന് പുറത്തുവന്ന് വിശുദ്ധ സ്ഥലത്തിന്റെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിന്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരുന്നവരെ അവൻ ഓടിച്ചു. അവൻ അവിടെ യഹൂദരെ പാർപ്പിക്കുകയും രാജ്യത്തിന്റെയും നഗരത്തിന്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി അതിനെ സുശക്തമാക്കുകയും ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു. ഇതിന്റെ വെളിച്ചത്തിൽ ദമത്രിയൂസ് രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരപ്പെടുത്തി. അവനെ രാജമിത്രങ്ങളിൽ ഒരുവനാക്കുകയും അവന് വലിയ ബഹുമതികൾ നൽകുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ റോമാക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും
സഹോദരരുമായി പരിഗണിച്ചിരുന്നുവെന്നും ശിമെയോന്റെ ദൂതന്മാരെ അവർ ബഹുമാനപുരസ്സരം സ്വീകരിച്ചുവെന്നും അവൻ കേട്ടിരുന്നു. വിശ്വസനീയമായ ഒരു പ്രവാചകന്റെ ആവിർഭാവം വരെ ശിമെയോൻ നേതാവും പ്രധാന പുരോഹിതനുമായിരിക്കട്ടെ എന്ന് യഹൂദരും പുരോഹിതരും തീരുമാനിച്ചു. അവൻ അവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശുദ്ധ സ്ഥലത്തിന്റെ ചുമതല വഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിൻ്റെയും ആയുധങ്ങളുടെയും ശക്തിദുർഗങ്ങളുടെയും മേൽനോട്ടത്തിനും ആളുകളെ നിയമിക്കേണ്ടതും അവനായിരുന്നു. സകലരും അവനെ അനുസരിക്കണം. രാജ്യത്ത് എഴുതപ്പെടുന്ന കരാറുകളെല്ലാം അവന്റെ നാമത്തിലായിരിക്കണം. അവൻ രാജകീയ വസ്ത്രം ധരിക്കുകയും സ്വർണ്ണാഭരണം അണിയുകയും വേണം. ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും അസാധുവാക്കുകയോ അവന്റെ വാക്കുകൾ ധിക്കരിക്കുകയോ അവന്റെ അനുവാദം കൂടാതെ രാജ്യത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയോ രാജകീയ വസ്ത്രം ധരിക്കുകയോ സ്വർണ്ണക്കൊളുത്ത് അണിയുകയോ ചെയ്യാൻ പാടില്ല. ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയോ അവയിലേതെങ്കിലും ഒന്ന് അസാധുവാക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാർഹനായിരിക്കും. ഈ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവകാശം ശിമെയോന് നൽകുന്നതിന് ജനം സമ്മതിച്ചു. പ്രധാന പുരോഹിതനും യഹൂദജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും അധിപനും സംരക്ഷകനുമായിരിക്കാമെന്ന് ശിമെയോൻ ഏറ്റു. ഈ കൽപ്പന പിത്തളത്തകിടിൽ ആലേഖനം ചെയ്ത് ദേവാലയത്തിന്റെ പരിസരത്ത് ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ അവർ നിർദ്ദേശം നൽകി. ശിമെയോനും പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിൻ്റെ ഒരു പകർപ്പ് ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു. അധ്യായം 15. ദമത്രിയൂസ് രാജാവിന്റെ പുത്രനായ അന്തിയോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ ശിമെയോനും യഹൂദജനത്തിനുമായി സമുദ്രദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു. അതിന്റെ ഉള്ളടക്കം ഇതാണ്: പ്രധാന പുരോഹിതനും അധിപനുമായ ശിമെയോനും യഹൂദ ജനത്തിനും അന്തിയോക്കസ് രാജാവിന്റെ അഭിവാദനം. ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരുന്നു. അതിന്മേലുള്ള എന്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വലിയ ഒരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എന്റെ രാജ്യത്തെത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു. അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിൽ നിന്നും ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു. ജെറൂസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു. നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്ത് വീട്ടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു. ഞങ്ങൾ രാജ്യത്തിന്റെ നിയന്ത്രണം വീണ്ടെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിന്റെയും നിന്റെ ജനത്തിന്റെയും ദേവാലയത്തിന്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും. 174 ആണ്ടിൽ അന്തിയോക്കസ് തന്റെ പിതാക്കന്മാരുടെ ദേശത്ത് എത്തി അതിനെ ആക്രമിച്ചു. സേനകൾ അവനോട് ചേർന്നു. വളരെ കുറച്ചു പേർ മാത്രമേ ട്രിഫോയോടൊത്തു നിന്നുള്ളൂ. അന്തിയോക്കസ് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്ത് സമുദ്രതീരത്തുള്ള ദോറിലെത്തി. സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. അന്തിയോക്കസ് ദോറിനെതിരെ പാളയമടിച്ചു. അവനോടൊപ്പം 120,000 യോദ്ധാക്കളും 8,000 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. അവൻ നഗരം വളഞ്ഞു. കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല. രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി ന്യൂമേനിയൂസും സംഘവും റോമായിൽ നിന്ന് എത്തി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ടോളമി രാജാവിന് റോമാ സ്ഥാനപതിയായ ലൂസിയൂസിന്റെ അഭിവാദനം. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു. പ്രധാന പുരോഹിതനായ ശിമെയോനും യഹൂദജനവുമാണ് അവരെ അയച്ചത്. 1000 മീന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു. അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന്
രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് സ്വർണ്ണപരിച സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി. ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ശിമയോന് കൈമാറുക. അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ. ഇതേ വിവരങ്ങൾ തന്നെ ദമത്രിയൂസ് രാജാവിനും അത്താലൂസിനും അരിയാറാത്തസിനും അർസാക്കസിനും സ്ഥാനപതി എഴുതി. സംസാമസ്, സ്പാർത്ത, ദേലോസ്, മിൻദോസ്, സിസിയോൻ, കാരിയ, സാമോസ്, പംഫീലിയ, ലിസിയ, ഹലിക്കർനാസൂസ്, റോദേസ്, ഫസേലിസ്, ഖോസ്, സീദേ, അരാദൂസ്, ഗോർത്തീന, സ്നീദൂസ്, സൈപ്രസ്, കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമയോനും അയച്ചു കൊടുത്തു. അന്ത്യോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു. പുറത്തു പോകാനോ അകത്ത് കിടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി. സ്വർണം, വെള്ളി, ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ 2000 യോദ്ധാക്കളെ ശിമയോൻ അന്ത്യോക്കസിന്റെ അടുത്തേക്ക് അയച്ചു. അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു. ശിമയോനുമായി മുൻപുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. അന്ത്യോക്കസ് തന്റെ മിത്രമായ അത്തനോബിയൂസിനെ ഈ സന്ദേശവുമായി അയച്ചു. ജോപ്പായും ഗസറായും ജെറൂസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ്. അവ എൻ്റെ രാജ്യത്തെ നഗരങ്ങളാണ്. നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരുകയും യൂദയായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരുകയും ചെയ്യുക. അല്ലെങ്കിൽ അവയ്ക്ക് പകരം 500 താലന്ത് വെള്ളിയും നീ വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ 500 താലന്ത് കൂടി നൽകുക. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും. രാജമിത്രമായ അത്തനോബിയൂസ് ജെറുസലേമിലെത്തി. ശിമയോന്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കരികെ തട്ടുതട്ടായി അടുക്കി വെച്ചിരുന്ന സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും അവന്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി. അവൻ രാജസന്ദേശം ശിമയോനെ അറിയിച്ചു. ശിമയോൻ ഇങ്ങനെ മറുപടി നൽകി: ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവയ്ക്ക് 100 താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം. അത്തനോബിയൂസ് ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ശിമയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു. രാജാവ് അത്യധികം കുപിതനായി. ട്രിഫോ ഒരു കപ്പലിൽ കയറി. അധ്യായം 16. യോഹന്നാൻ ഗസ്രായിൽ നിന്ന് തന്റെ പിതാവ് ശിമയോന്റെ അടുക്കലെത്തി സെന്തബേയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു. ശിമയോൻ തന്റെ മൂത്തപുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു. ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് വയസ്സായി. ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു. അതിനാൽ എന്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനമേറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പൊരുതുക. സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. യോഹന്നാൻ രാജ്യത്തു നിന്ന് 20,000 യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സെന്തബെയൂസിനെതിരെ മുന്നേറി. രാത്രി മൊദൈനിൽ പാളയമടിച്ചു. അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു. ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു. അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്നു. അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു. അത് കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു. തന്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മധ്യേ നിർത്തി. കാരണം
ശത്രുവിന്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു. അവർ കാഹളം മുഴക്കി. സെന്തബേയൂസും സൈന്യവും പലായനം ചെയ്തു. അവരിൽ പലരും മുറിവേറ്റു വീണു. അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. യോഹന്നാന്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു. എന്നാൽ യോഹന്നാൻ സെന്തബേയൂസിനെ അവൻ പണികഴിപ്പിച്ച കെദ്രോൻ കോട്ട വരെ പിന്തുടർന്നു. അസോത്തൂസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു. യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി. ഏകദേശം 2000 പേർ മരിച്ചു വീണു. യോഹന്നാൻ സുരക്ഷിതനായി യൂദയായിലേക്ക് മടങ്ങി. അബൂബൂസിന്റെ മകൻ ടോളമി ജെറിക്കോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു. അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതന്റെ ജാമാതാവായിരുന്നു അവൻ. അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു. ശിമയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി. അപ്പോൾ ശിമയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നു. 177 ആണ്ട് 11 മാസമായ ഷേബാത്തിൽ അവൻ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസുമൊത്ത് ജെറീക്കോയിലേക്ക് പോയി. അബൂബൂസിന്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവം സ്വീകരിച്ചു. അവർക്ക് വലിയൊരു വിരുന്ന് നൽകി. തന്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. ശിമയോനും പുത്രന്മാരും കുടിച്ചുന്മത്തരായപ്പോൾ ടോളമിയും അവന്റെ ആൾക്കാരും ആയുധങ്ങളുമായി എടുത്ത് വിരുന്നുശാലയിൽ വെച്ച് ശിമയോനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു. അങ്ങനെ അവൻ വൻ ചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിനെഴുതി. തന്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്കേൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു. യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസറായിലേക്ക് അവൻ ഒരു സേനാവിഭാഗത്തെ അയച്ചു. സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകൾ അയച്ചു. മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു. ഗസറായിലുള്ള യോഹന്നാന്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവന്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നു എന്നും അറിയിച്ചു. ഇത് കേട്ട് അവൻ സ്തബ്ധനായി. തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു. തന്നെ വധിക്കാനാണ് അവർ വന്നിരുന്നതെന്ന് അവന് അറിവ് കിട്ടിയിരുന്നല്ലോ. യോഹന്നാന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിന്റെ മരണത്തിന് ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.